ഓം ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതികമാ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇനി ഞാൻ ചർച്ച ചെയ്യുന്നത് 2026 ഏപ്രിൽ 2 ചൊവ്വാഗ്രഹം മീനം രാശിയിലേക്ക് രാശി മാറുന്നു. മീനം രാശിയിൽ സൂര്യനും ശനിയും സ്ഥിതി ചെയ്യുന്ന സമയമാണ്. ശനിയും ചൊവ്വയുമായിട്ട് യോഗം, അഗ്നിമാരുത യോഗം മീനം രാശിയിൽ വരുന്നു. അത് ശനിയുടെ ഈ ശനി ചൊവ്വയായിട്ടുള്ള അഗ്നിമാരുത യോഗവും ചൊവ്വയുടെ രാശിമാറ്റവും ഓരോ കൂറുകാരെയും ലഗ്നക്കാരെയും ഏത് രീതിയിൽ സ്വാധീനിക്കും എന്നുള്ളതാണ് ചർച്ച ചെയ്യുന്നത്. ഇപ്പോൾ 2026 ഏപ്രിൽ 2 ചൊവ്വ മീനം രാശിയിലേക്ക് മാറുന്നത്. മീനം രാശി കാലപുരുഷൻ്റെ 12ാം ഭാവരാശിയാണ്, ജലരാശിയാണ്. അവിടെയാണ് ചൊവ്വ അഗ്നികാരകത്വമുള്ള ഗ്രഹം ആ മീനം രാശിയിലേക്ക് രാശി മാറുന്നത്. മീനം രാശിയിൽ സൂര്യനുണ്ട്, മീനം രാശിയിൽ ശനി നിൽപ്പുണ്ട്. ശനിയും അതുപോലെ ചൊവ്വയുമായിട്ട് അഗ്നിമാരുത യോഗം ആ മീനം രാശിയിൽ വരികയാണ്. ഇപ്പോൾ ചൊവ്വ എന്ന് പറയുമ്പോൾ അഗ്നികാരകത്വമുള്ള ഗ്രഹമാണ്, അതുപോലെ ആക്ഷൻ്റെ ഗ്രഹമാണ്, പ്രകോപനത്തിൻ്റെ ഗ്രഹമാണ്, തർക്കങ്ങളുടെയും സംഘർഷത്തിൻ്റെയും പോരാട്ട വീര്യത്തിൻ്റെയൊക്കെ ഗ്രഹമായിട്ട് നമുക്ക് ഈ ചൊവ്വാഗ്രഹത്തെ കാണാം. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഗ്രഹം ആണ് ഈ മീനം രാശിയിലേക്ക് മാറുന്നത്. അവിടെയാണ് ആ ശനിയുമായിട്ട് രണ്ട് ശത്രുഗ്രഹങ്ങൾ ഒന്നിക്കുന്നത്. പ്രത്യേകിച്ച് ശനി എന്ന് പറയുമ്പം തന്നെ സൗമ്യമായിട്ടുള്ള ഹാർഡ് വർക്കിൻ്റെയൊക്കെ ഗ്രഹമാണ്, അച്ചടക്കത്തിൻ്റെ ഗ്രഹമാണ്, ഉത്തരവാദിത്വത്തിൻ്റെയും നീതിബോധത്തിൻ്റെയൊക്കെ ഗ്രഹമാണ് ശനി. അതിൻ്റെ കൂടെയാണ് ഈ അക്രമത്തിൻ്റെയും പോരാട്ട വീര്യത്തിൻ്റെയും ഗ്രഹമായിട്ടുള്ള ചൊവ്വ വരുന്നത്. അപ്പോൾ പൊതുവെ നമുക്ക് ഒരു പ്രകോപനത്തിൻ്റെയും സംഘർഷത്തിൻ്റെയൊക്കെ ഒരു സമയം ഈ ശനിയും ചൊവ്വയും ഒന്നുചേരുമ്പോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് വ്യക്തിതലത്തിലായാലും സാമൂഹിക ബന്ധങ്ങളിലായാലും അതുപോലെ ദേശീയ അന്തർദേശീയ ബന്ധങ്ങളിലൊക്കെ തന്നെ അത്തരത്തിലുള്ള ഒരു സംഘർഷാവസ്ഥ നിലനിൽക്കുന്ന സമയമാണ്. അപ്പോൾ ഒരു സംയമനത്തിൻ്റെയും ഒരു നയതന്ത്രത്തിൻ്റെയും ആവശ്യകതയാണ് ഈ ചൊവ്വയും ശനിയും ഒന്നിച്ചു ചേരുമ്പോൾ ഈ സമയത്ത് നമുക്ക് വേണ്ടത്. പൊതുവെ ഇപ്പോൾ രാഷ്ട്രീയ പോരാട്ടങ്ങളുടെ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള അക്രമങ്ങൾ, എന്തെങ്കിലുമൊക്കെ സ്ഫോടനങ്ങൾ ഒക്കെ ഉണ്ടാകാവുന്ന സമയമാണ് ശനി ചൊവ്വ ഒന്നിച്ചു ചേരുമ്പോൾ. അതുപോലെ പൊതുവെ നമുക്ക് ഒരു ഉത്കണ്ഠയും ഭയപ്പാടും ഒക്കെ ഈ രണ്ട് ഗ്രഹങ്ങളും ഒന്നിക്കുമ്പോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും ഒക്കെ ആകാം. പ്രത്യേകിച്ച് ഈ ചൊവ്വാഗ്രഹം ഇപ്പോൾ നിൽക്കുന്നത് ജലരാശിയിലാണ്, അവിടെയാണ് ശനി നിൽക്കുന്നത്. അപ്പോൾ ജലരാശിയിൽ എന്ന് പറയുമ്പോൾ സമുദ്രത്തിൽ അല്ലെങ്കിൽ തീരപ്രദേശത്തൊക്കെ നമുക്ക് ഒരു ടെൻഷൻ ഉണ്ടാകാവുന്ന സമയമാണ്. യുദ്ധസമാനമായിട്ടുള്ള അവസ്ഥകളൊക്കെ സംജാതമാകാവുന്ന സമയമാണ്. അന്തർദേശീയ തലത്തിലൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ടുന്ന സമയമായിട്ട് മനസ്സിലാക്കാം. ചിലപ്പോൾ നമുക്ക് ഈ പ്രകൃതിക്ഷോഭങ്ങൾ, ചുഴലി, കൊടുങ്കാറ്റ് പോലെയുള്ള ഭൂമികുലുക്കം പോലെയുള്ള എന്തെങ്കിലുമൊക്കെ സംഭവവാസങ്ങൾക്കും ഈ ചൊവ്വയുടെയും ശനിയുടെയൊക്കെ അഗ്നിമാരുത യോഗം വഴിതെളിച്ചു എന്ന് വരാം. ഇപ്പോൾ വ്യക്തിതലത്തിലൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഒരു കൺഫ്യൂഷൻ്റെയും മാനസികമായിട്ടുള്ള ടെൻഷൻ്റെയും തീരുമാനമെടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യങ്ങളൊക്കെ ചിലപ്പോൾ വന്നുപെട്ടു എന്ന് വരാം. അമിതമായിട്ടുള്ള ചിന്തകൾ ഉണ്ടാകാം. അപ്പോൾ പൊതുവെ നമുക്ക് കമ്മ്യൂണിക്കേഷൻ തലത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ് ഈ ശനിയും ചൊവ്വയും ഒന്നിക്കുമ്പോഴുണ്ടാകുന്ന അവസ്ഥയെന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയായിരിക്കും ഈ ഓരോ കൂറുകാരെയും ലഗ്നക്കാരെയും ഈ ചൊവ്വയുടെ മീനം രാശിയിലേക്കുള്ള രാശിമാറ്റവും മീനം രാശിയിൽ അഗ്നിമാരുത യോഗം വരിക വഴി ഓരോ കൂറുകാരും ലഗ്നക്കാരും ഏതേത് കാര്യങ്ങളിൽ ശ്രദ്ധിക്കണം എന്നുള്ളതിനെ പറ്റിയാണ് ചർച്ച ചെയ്യുന്നത്. ഈ വീഡിയോയിൽ ചിങ്ങം, കന്നി, തുലാം, വൃശ്ചിക കൂറുകാർക്കും ലഗ്നക്കാർക്കും എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കുമെന്ന് നോക്കാം. ആദ്യമായിട്ട് ചിങ്ങക്കൂറുകാർക്കും ചിങ്ങ ലഗ്നക്കാർക്കും, അതായത് മകം, പൂരം, ഉത്തര നക്ഷത്രത്തിൻ്റെ ആദ്യപാദത്തിൽ പെടുന്നവർക്ക് ഈ എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കുമെന്ന് നോക്കാം. ചിങ്ങക്കൂറുകാരും ചിങ്ങലഗ്നക്കാരും എന്ന് പറയുമ്പോൾ സൂര്യൻ്റെ അധിപൻ സൂര്യനാണ്. സൂര്യൻ ഇപ്പോൾ അഷ്ടമത്തിൽ സഞ്ചരിക്കുന്ന സമയമാണ്, ഏപ്രിൽ 13 വരെ. ചൊവ്വ ഈ ചിങ്ങക്കൂറുകാർക്കും ലഗ്നക്കാർക്കും 4ഉം 9ഉം ഭാവാധിപനാണ്. 4ഉം 9ഉം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ എന്ന് പറയുമ്പോൾ യോഗകാരകനായിട്ടുള്ള ശുഭത്വമുള്ള ചൊവ്വയാണ്. ആ യോഗകാരകനായിട്ടുള്ള ചൊവ്വ ഏപ്രിൽ 2 അഷ്ടമ ഭാവരാശിയിലേക്ക് രാശി മാറുന്നു. മെയ് 10 വരെ ആ ചൊവ്വ അഷ്ടമരാശിയിലായിരിക്കും ഉണ്ടാകുന്നത്. അഷ്ടമരാശിയിൽ സൂര്യനുണ്ട്.
അഷ്ടമരാശിയിൽ ശനിയുണ്ട്. അഷ്ടമരാശിയിൽ ആ ശനിയും ചൊവ്വയുമായിട്ട് ബന്ധം വരുന്ന സമയമാണ്. അഗ്നി മാരുത യോഗം അഷ്ടമരാശിയിൽ വരുന്നു. അപ്പം ചൊവ്വ 4-ാം ഭാവാധിപനാണ്. അപ്പം 4-ാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം അഷ്ടമത്തിൽ വരിക എന്ന് പറയുമ്പോൾ കുടുംബത്തിലൊരു സുഖക്കുറവ്, മാനസികമായിട്ടുള്ള സംഘർഷം, സ്ട്രെസ്സ്, കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ, ഇവയ്ക്കൊക്കെ സാധ്യത കാണിക്കുന്നുണ്ട്. നമ്മൾ യാത്രകളിൽ, ദൂരയാത്രകളിൽ, ഡ്രൈവിങ്ങിലൊക്കെ ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ്. മനസ്വസ്ഥത കുറയുന്നതിന് ഈ ചൊവ്വയും ശനിയും അഷ്ടമരാശിയിൽ നിൽക്കുന്നത് ചിലപ്പോൾ വഴിതെളിക്കാം. മാതാവിൻ്റെയോ ജീവിത പങ്കാളിയുടെയോ ആരോഗ്യത്തിലൊക്കെ ശ്രദ്ധ വേണം. ഭവനത്തിനോ വാഹനത്തിനോ എന്തെങ്കിലുമൊക്കെ ഇടപാടുകൾ അവ റിപ്പയർ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരവസ്ഥയൊക്കെ ചിലപ്പോൾ ഉണ്ടായെന്നൊക്കെ വരാം. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ഒരു കെയർ വേണം. പ്രത്യേകിച്ച് ജീവിത പങ്കാളിയുമായിട്ടൊക്കെ നമുക്ക് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അവയിലൊക്കെ നമുക്കൊന്ന് ശ്രദ്ധ കൊടുത്തു പോകണം. അനാവശ്യ വാഗ്വാദങ്ങളിൽ, പ്രത്യേകിച്ച് കുടുംബത്തിൽ ബന്ധുക്കളുമായിട്ടൊക്കെ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ 4-ാം ഭാവാധിപൻ അഷ്ടമത്തിൽ വരുമ്പോൾ ഇത്തരത്തിലുള്ള ചില പ്രയാസങ്ങൾ വരാൻ സാധ്യതയുണ്ട്. മാത്രമല്ല ചൊവ്വ 9-ാം ഭാവാധിപനും കൂടിയാണ്, ഭാഗ്യഭാവാധിപനാണ്. ആ ഭാഗ്യഭാവാധിപനായിട്ടുള്ള ഗ്രഹം അഷ്ടമത്തിലേക്ക് വരുന്നുണ്ട്. അപ്പം നമ്മൾ പ്രത്യേകിച്ച് റിസർച്ച് റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക് ചെയ്യുന്നവർ, അന്വേഷണ ഏജൻസികളിൽ പ്രവർത്തിക്കുന്നവർ, ശാസ്ത്രജ്ഞന്മാർ, അവർക്കൊക്കെ ഇപ്പോൾ ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ, ഹെൽത്ത് വർക്കേഴ്സ്, അവർക്കൊക്കെ അത് ഗുണാനുഭവം ഉണ്ടാകും എന്ന് പറയാം. പൂർവിക സ്വത്ത് കിട്ടുന്നതിന് സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ദൂരയാത്രകൾ വഴിയൊക്കെ ചില ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകുന്നതിനും സാധ്യതയുണ്ട്. അതേസമയം നമുക്ക് ഒരു ഭാഗ്യ പരീക്ഷണത്തിന് അനുകൂലമായിട്ടുള്ള സമയമായിട്ട് പറയാൻ പറ്റില്ല. പ്രത്യേകിച്ച് ഭാഗ്യഭാവാധിപൻ അഷ്ടമത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ അഷ്ടമത്തിൽ നമുക്ക് ശനിയും ചൊവ്വയൊക്കെ നിൽക്കുന്ന സമയമായതുകൊണ്ട് പ്രത്യേകിച്ച് അവിടെ അഗ്നിമാരുത യോഗം അഷ്ടമത്തിൽ വരുമ്പോൾ നമുക്ക് നമ്മുടെ അശ്രദ്ധ കൊണ്ട് എന്തെങ്കിലുമൊക്കെ വീഴ്ച, എന്തെങ്കിലും ഇഞ്ചുറി അല്ലെങ്കിൽ അപകടം, ഇവയ്ക്കൊക്കെ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് ഒരു കെയർ വേണം. പ്രത്യേകിച്ച് ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർ ടൈംലി ആയിട്ടുള്ള ചെക്കപ്പൊക്കെ നടത്തി പോകണം. അതുപോലെ സഡനായിട്ടുള്ള ഈ അഷ്ടമത്തിലൊക്കെ ചൊവ്വ വരുമ്പോൾ ചിലർക്ക് എന്തെങ്കിലും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർക്ക് സഡനായിട്ടുള്ള ഒരു സർജറിയൊക്കെ ചിലപ്പോൾ വേണ്ടി വരുന്ന ഒരു സമയമായിട്ടും കൂടെ കാണുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സാഹചര്യം ചിലപ്പോൾ അഗ്നിമാരുത യോഗം അഷ്ടമത്തിൽ വരിക വഴി ഈ കൂറുകാർക്ക് ഉണ്ടാകാം. അതുപോലെ തന്നെ നമുക്ക് സാമ്പത്തികമായിട്ട് ഒരു സഡനായിട്ടൊരു നേട്ടത്തിനൊക്കെ സാധ്യത കാണുന്നുണ്ട്. ഇപ്പോൾ വീട്, സ്ഥലം ഇവയൊക്കെ മാറാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതിനനുകൂലമായിട്ടുള്ള ഒരു അവസ്ഥ കാണുന്നുണ്ട്. ഇപ്പോൾ കുടുംബ വസ്തുവൊക്കെ വിഹിതം കിട്ടുന്നതിനൊക്കെ സാധ്യത കാണുന്നുണ്ട്. ഇപ്പോൾ ചൊവ്വ പ്രത്യേകിച്ച് ഈ 2-ലൊക്കെ ദൃഷ്ടി ചെയ്യുന്ന സമയമാണ്. ചൊവ്വ 2-ലൊക്കെ ദൃഷ്ടി ചെയ്യുക എന്ന് പറയുമ്പോൾ അത് ചിലപ്പോൾ നമുക്ക് ഒരു സാമ്പത്തികമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ അവിടെ വരാം. പ്രത്യേകിച്ച് ജീവിത പങ്കാളിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ജീവിത പങ്കാളി വഴിയൊക്കെ എന്തെങ്കിലും സാമ്പത്തിക നേട്ടത്തിനൊക്കെ സാധ്യത കാണുന്നുണ്ട്. മോണിറ്ററി ഗെയിൻ പ്രതീക്ഷിക്കാം. അതുപോലെ നമുക്ക് ധനം കൈകാര്യം ചെയ്യുന്നതിൽ ഒരു ശ്രദ്ധ കൊടുത്ത് പോകണം. പ്രത്യേകിച്ച് 8 നിൽക്കുന്ന ചൊവ്വയാണ് 2-ൽ ദൃഷ്ടി ചെയ്യുന്നത്. അതുപോലെ 2-ൽ ചൊവ്വ ദൃഷ്ടി ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മുടെ സംസാരത്തിലൊക്കെ വളരെ കെയർ വേണം. നമ്മൾ പ്രത്യേകിച്ച് മുതിർന്നവരുമായിട്ടൊക്കെ ബന്ധപ്പെടുമ്പോൾ ഫാമിലിയിലെ അംഗങ്ങളുമായിട്ടൊക്കെ സംസാരിക്കുമ്പോഴൊക്കെ ഒരു കെയർ വേണ്ടുന്ന സമയമാണ്. അതുപോലെ ചൊവ്വ 3-ലൊക്കെ ദൃഷ്ടി ചെയ്യുന്നു. അപ്പോൾ ചൊവ്വ 3-ലൊക്കെ ദൃഷ്ടി ചെയ്യുക എന്ന് പറയുമ്പോൾ അത് 8-ൻ്റെ 8ആണ് ഈ 3 എന്ന് പറയുന്നത്. അപ്പം അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില നേട്ടം ചിലപ്പോൾ വന്നുവിടാൻ സാധ്യതയുണ്ട്. അത് ചിലപ്പോൾ നമുക്ക് ഇൻഹെറിറ്റൻസ് വഴിയുള്ള നേട്ടമാകാം, ചിലപ്പോൾ ഇൻലാസ് വഴിയാകാം, അല്ലെങ്കിൽ ജീവിത പങ്കാളിയുടെ പാരൻസ് വഴി എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ പൂർവികമായിട്ട് നമ്മൾ പാസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന നമുക്ക് അപ്രതീക്ഷിതമായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു ഗെയിൻ ചിലപ്പോൾ ഈ സമയത്ത് വരാം. കാരണം 8-ാം ഭാവം 8-ൽ നിൽക്കുന്ന ഗ്രഹം അതിൻ്റെ 8-ലേക്ക് ദൃഷ്ടി ചെയ്യുമ്പോൾ ചില പോസിറ്റീവ് ഇമ്പാക്റ്റുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കഴിവതും വാഗ്വാദങ്ങളൊക്കെ ഒഴിവാക്കണം. മാത്രമല്ല ഈ ചൊവ്വ 11-ൽ ദൃഷ്ടി ചെയ്യുന്ന സമയം കൂടിയാണ്. അപ്പോൾ നമുക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള മോണിറ്ററി ഗെയിനിന് സാധ്യതയുള്ള ഒരു സമയമായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ പൊതുവേ നമ്മൾ ഏത് കാര്യമായാലും അത്തരം കാര്യങ്ങൾ രഹസ്യമാക്കി
നമ്മൾ രഹസ്യമാക്കി വയ്ക്കാതെ കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞ് നമ്മൾ തെറ്റിദ്ധാരണകളൊക്കെ മാറ്റി പോകണം. പ്രത്യേകിച്ച് അത് കുടുംബത്തിലായാലും ജീവിത പങ്കാളിയോടായാലും പ്രണയ പങ്കാളിയോടായാലും നമ്മൾ നമ്മുടെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് അവരോട് തുറന്നു പറഞ്ഞ് ആ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കുക. അല്ലെങ്കിൽ നമുക്ക് മാനസികമായിട്ട് എന്തെങ്കിലുമൊക്കെ സമ്മർദ്ദങ്ങൾ ഈ സമയത്ത് ഉണ്ടാകും എന്നും കൂടെ മനസ്സിലാക്കുക. അപ്പോൾ ഏത് പ്രശ്നം ഉണ്ടായാലും മുതിർന്നവരുമായിട്ടൊക്കെ സംസാരിച്ച് മുതിർന്നവരുടെ ഉപദേശമൊക്കെ സ്വീകരിച്ച് അത് പരിഹരിച്ചു പോകുന്നതിനുള്ളൊരു ശ്രമം ഈ സമയത്ത് വേണം. ഇനി കന്നിക്കുറുകാർക്കും കന്നി ലഗ്നക്കാർക്കും ഈ ചൊവ്വ മീനൻ രാശിയിലേക്ക് രാശി മാറുന്നതും അതുപോലെ അഗ്നിമാരുത യോഗം മീനൻ രാശിയിൽ വരുന്നത് എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും നോക്കാം. കന്നിക്കുറുകാർ എന്ന് പറയുമ്പോൾ ഉത്തര നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 3 പാദം, അത്തം ചിത്തിര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 2 പാദത്തിൽ പെടുന്നവരാണ്. അപ്പോൾ ഈ കന്നിക്കുറുകാർക്കും കന്നി ചൊവ്വ എന്ന് പറയുന്നത് 3-ാം ഭാവാധിപനുമാണ്, അഷ്ടമ ഭാവാധിപനുമാണ്. 3, 8 ഭാവാധിപനായിട്ടുള്ള ചൊവ്വ ഏപ്രിൽ 2 അവരുടെ 7-ാം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത്. മെയ് 10 വരെ ആ ചൊവ്വാഗ്രഹം 7 സ്ഥിതി ചെയ്യുന്ന സമയമായിരിക്കും. ഇപ്പോൾ 7 ശനിയുണ്ട്, 7 സൂര്യനുണ്ട്. ഇപ്പോൾ ശനിയും ചൊവ്വയുമായിട്ടുള്ള യോഗം 7-ാം ഭാവരാശിയിൽ അഗ്നിമാരുത യോഗം വരികയാണ്. അപ്പോൾ പ്രത്യേകിച്ച് നമുക്ക് 7 അഗ്നിമാരുത യോഗം വരിക എന്ന് പറയുമ്പോൾ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ, അതുപോലെ നമ്മുടെ ബിസിനസ് പാർട്ട്ണർഷിപ്പ്, പബ്ലിക് റിലേഷൻ, അതുപോലെ നമ്മുടെ ലൈഫ് പാർട്ട്ണർഷിപ്പ്, ഇവയൊക്കെയാണ് അഗ്നിമാരുത യോഗം കൂടുതലും സ്വാധീനിക്കുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് വിവാഹം ആലോചിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ്. അതുപോലെ വിവാഹിതരെ സംബന്ധിച്ചിടത്തോളം ദാമ്പത്യ ബന്ധത്തിൽ വളരെ കെയർ വേണ്ടുന്ന സമയമാണ്. പ്രത്യേകിച്ച് 3, 8 ഭാവാധിപനാണ് ചൊവ്വ 7 നിൽക്കുന്നു. അപ്പോൾ തെറ്റിദ്ധാരണകൾ ഉണ്ടാകാം, പരസ്പരം കുറ്റപ്പെടുത്തലുകൾ ഉണ്ടാകാം, അത് വാഗ്വാദത്തിലേക്ക് പോകാം. അതുപോലെ ചിലർക്ക് വിവാഹ സംബന്ധമായിട്ട് എന്തെങ്കിലുമൊക്കെ കേസുകൾ ചിലപ്പോൾ കേസുകളിലേക്ക് പോകാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് ഒരു സംയമനവും കാര്യങ്ങളൊക്കെ വേണ്ടുന്ന സമയമാണ്. ചിലരെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ അകന്ന് താമസിക്കുന്നതിനൊക്കെ സാധ്യതയുള്ള സമയവും കൂടെയാണ് എന്നും കൂടെ മനസ്സിലാക്കുക. അതുകൊണ്ട് ദാമ്പത്യ ബന്ധത്തിൽ വളരെ ശ്രദ്ധിക്കണം. അതുപോലെ പാർട്ട്ണർഷിപ്പ് കാര്യങ്ങളിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട, ലൈഫ് പാർട്ട്ണർഷിപ്പ് ആയാലും ബിസിനസ് പാർട്ട്ണർഷിപ്പ് ആയാലും നമുക്ക് വളരെ ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ്. അതുപോലെ ജീവിത പങ്കാളിയുടെ ആരോഗ്യത്തിലൊക്കെ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് അഷ്ടമ ഭാവാധിപനാണ് ചൊവ്വ 7 നിൽക്കുന്നു. അതൊക്കെ നമ്മൾ ഒരു കെയർ വേണ്ടുന്ന സമയമാണ്. യാത്രകളിലൊക്കെ ശ്രദ്ധിക്കണം, ആരോഗ്യത്തിലും ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ഈ അഷ്ടമ ഭാവാധിപനൊക്കെ വരുമ്പോൾ 7 സ്ഥിതി വരുമ്പോൾ ലോവർ അബ്ഡമൻ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ്, ഇൻഫെക്ഷൻ, ഇപ്പോൾ ചിലർക്ക് ഈ ജെനിറ്റൽ ഓർഗൻസുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസൊക്കെ ചിലപ്പോൾ ഈ സമയത്തുണ്ടാകാം. അപ്പോൾ അവിടെയൊക്കെ ഒരു കെയർ കൊടുത്തു പോകണം. അതുപോലെ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഒഴിവാക്കാനുള്ളൊരു ശ്രമം വേണം. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ അത് കഴിവതും അത് വഷളാകാതിരിക്കാനുള്ള ഒരു ശ്രമമൊക്കെ വേണം. അതൊക്കെ പാർട്ട്ണർഷിപ്പിനെ ബാധിക്കാൻ സാധ്യതയുണ്ടെന്നും കൂടെ മനസ്സിലാക്കുക. അതുപോലെ നമുക്ക് ചിലരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പ്രത്യേകിച്ച് ചിലർക്ക് ഈ വിവാഹ ബന്ധം നിലനിൽക്കെ തന്നെ ചില ഒന്നിലധികം ബന്ധത്തിനൊക്കെ സാധ്യതയുണ്ട്. അതൊക്കെ ചിലപ്പോൾ കുടുംബത്തിൽ പേരുദോഷമൊക്കെ ഉണ്ടാകാനൊക്കെ സാധ്യത കാണിക്കുന്നുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഒരു ശ്രദ്ധ കൊടുത്ത് പോകണം. പ്രത്യേകിച്ച് 7 ആ ചൊവ്വയും ശനിയും സൂര്യനൊക്കെ നിൽക്കുന്നത്. ഈഗോ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസൊക്കെ ചിലപ്പോൾ ഉണ്ടാകാം. അതുപോലെ നമുക്ക് എന്തെങ്കിലുമൊക്കെ സഡൻ പ്രോബ്ലംസൊക്കെ നമ്മുടെ പാർട്ട്ണർഷിപ്പ് തലത്തിൽ ഡെവലപ്പ് ചെയ്യാൻ സാധ്യതയുള്ള സമയമാണ് എന്നും കൂടെ മനസ്സിലാക്കുക. അതുപോലെ ചൊവ്വ കർമ്മസ്ഥാനത്ത് 10 ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ ചൊവ്വ 10 ദൃഷ്ടി ചെയ്യുന്നത് കുഴപ്പമില്ല. അത് കരിയർ തലത്തിലൊക്കെ നമുക്ക് ചില ഗ്രോത്തിനൊക്കെ അത് വഴിതെളിക്കും. ചില നേട്ടങ്ങൾ, തൊഴിലിടത്തൊക്കെ നമുക്ക് നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. കമ്മ്യൂണിക്കേഷനിലൊക്കെ ഒരു ശ്രദ്ധ വേണം. പ്രത്യേകിച്ച് ഇപ്പോൾ 10 ഗുരു നിൽക്കുന്ന സമയമാണ്. അപ്പോൾ ചൊവ്വയുടെ ദൃഷ്ടിയും കൂടെയൊക്കെ അവിടെ വരുമ്പോൾ നമുക്ക് തൊഴിൽപരമായിട്ട് ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമായിട്ട് കാണുന്നുണ്ട്. പുതിയ തൊഴിൽ അവസരങ്ങളൊക്കെ ഉണ്ടാകും. തൊഴിൽ മാറ്റത്തിനും സാധ്യതയുള്ള സമയമാണ്. പൊതുവെ തൊഴിൽപരമായിട്ട് ആ ചൊവ്വയുടെ 10 ദൃഷ്ടി ഗുണം ചെയ്യും. അതുപോലെ തന്നെ ചൊവ്വ ജന്മരാശിയിലൊക്കെ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പേഴ്സണാലിറ്റിയിലും നമ്മൾ ഒന്ന് ശ്രദ്ധിക്കണം. അതുപോലെ നമ്മുടെ ഫിനാൻഷ്യൽ സാമ്പത്തികമായിട്ടുള്ള നമ്മുടെ നിലവാരത്തിലൊക്കെ ഒരു കൂടുതൽ നമ്മൾ ആക്റ്റീവ് ആകുന്ന സമയം എന്ന് പറയാം. നമ്മൾ വ്യക്തിതലത്തിലും സാമ്പത്തിക തലത്തിലൊക്കെ കുറച്ച് ഊർജ്ജസ്വലതയൊക്കെ നമുക്ക് ഈ സമയത്ത് ഉണ്ടാകും. പ്രത്യേകിച്ച് കഴിവതും നമ്മൾ ജന്മരാശിയിലൊക്കെ ഈ ചൊവ്വയുടെ ദൃഷ്ടി വരുന്നു, സൂര്യൻ്റെ ദൃഷ്ടി വരുന്നു,
അതുപോലെ ശനിയുടെ ദൃഷ്ടിയും ജന്മരാശിയിലൊക്കെ ഉണ്ട്. അപ്പോൾ കഴിവതും നമ്മൾ ഈ പിടിവാശിയൊക്കെ കുറയ്ക്കാൻ ശ്രമിക്കണം, പ്രകോപനപരമായിട്ടൊക്കെ റിയാക്ട് ചെയ്യാതിരിക്കാൻ ശ്രമിക്കണം. അതൊക്കെ പ്രത്യേകിച്ച് നമ്മുടെ റിലേഷൻഷിപ്പിൽ ചില പ്രയാസങ്ങൾ ഉണ്ടാക്കും എന്നും കൂടെ മനസ്സിലാക്കുക. ഇതാണ് നമ്മൾ പേഴ്സണൽ തലത്തിൽ ഈ ചൊവ്വ ഈ ജന്മരാശിയിൽ ദൃഷ്ടി ചെയ്യുക വഴി ഉണ്ടാകുന്നത്. അതുപോലെ ചൊവ്വ 2-ൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അത് 7 നിന്നിട്ട് അതിൻ്റെ അഷ്ടമഭാവമാണ് 2 എന്ന് പറയുന്നത്. അപ്പോൾ ആ 2-ലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അത് നമുക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള ചില മോണിറ്ററി ഗെയിനിന് വഴിതെളിക്കുന്നുണ്ട്. അത് ചിലപ്പോൾ നമുക്ക് നമ്മുടെ ഇൻഹെറിറ്റൻസ് വഴിയുള്ള എന്തെങ്കിലും ബെനിഫിറ്റ് ആകാം, അല്ലെങ്കിൽ നമ്മുടെ ജോയിൻ്റ് അസറ്റ്സ് പുനർവിന്യാസം വഴിയുള്ള എന്തെങ്കിലും നേട്ടങ്ങളാകാം, അല്ലെങ്കിൽ പാസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്നുള്ള എന്തെങ്കിലും നേട്ടങ്ങളാകാം. ചിലപ്പോൾ ഇൻഷുറൻസ് ക്ലെയിം നമുക്ക് അതിലെന്തെങ്കിലും പ്രയാസങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ സെറ്റിൽ ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന നേട്ടങ്ങളാകാം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചില നേട്ടങ്ങൾ നമുക്ക് ഈ ചൊവ്വയുടെ 2-ാം ഭാവരാശിയിലെ ദൃഷ്ടി കൊണ്ടുണ്ടാകും. അങ്ങനെയൊക്കെ പൊതുവെ നമുക്ക് കുടുംബത്തിൽ ഒരു പരിവർത്തനത്തിൻ്റെ സമയം എന്ന് പറയാം. ഭാവിയിൽ ചിലപ്പോൾ നേട്ടം കിട്ടത്തക്ക രീതിയിലുള്ള എന്തെങ്കിലും പദ്ധതികളിൽ നമ്മൾ പണം മുടക്കുന്നതിനും അങ്ങനെ നമ്മൾ കുടുംബത്തിൽ ഒരു ട്രാൻസ്ഫർമേഷൻ്റെ ഒരു സമയമായിട്ടും കൂടെ ആ ചൊവ്വയുടെ ഈ 2-ാം ഭാവരാശിയിലെ ദൃഷ്ടി കൊണ്ട് നമുക്ക് പറയാൻ കഴിയും. ഇനി തുലാക്കൂറുകാർക്കും തുലാലഗ്നക്കാർക്കും ചൊവ്വ മീനൻ രാശിയിലേക്ക് രാശി മാറുന്നതും അഗ്നിമാരുത യോഗം ഈ മീനം രാശിയിൽ വരുന്നതും എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും നോക്കാം. തുലാക്കൂറുകാരെന്ന് പറയുമ്പോൾ ചിത്തിര നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 2 പാദം, ചോതി വിശാഖം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 3 പാദത്തിൽ പെടുന്നവരാണ്. ഇപ്പോൾ തുലാക്കൂറുകാർക്കും തുലാലഗ്നക്കാർക്കും ചൊവ്വ എന്ന് പറയുന്നത് 2ഉം 7ഉം ഭാവാധിപനാണ്. ഈ 2ഉം 7ഉം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ ഏപ്രിൽ 2-ന് അവരുടെ 6-ാം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത്. മെയ് 10 വരെ ആ ചൊവ്വ 6-ാം ഭാവ രാശിയിൽ ഉണ്ടാകും. അപ്പോൾ 6-ൽ ശനി സ്ഥിതി ചെയ്യുന്നു, 6-ൽ സൂര്യൻ സ്ഥിതി ചെയ്യുന്നു. അപ്പോൾ പൊതുവെ 6-ാം ഭാവത്തിലാണ് ആ ശനിയും ചൊവ്വയുമായിട്ടുള്ള യോഗം വരുന്നത്, അതായത് അഗ്നിമാരുത യോഗം വരുന്നത്. അപ്പോൾ പൊതുവെ നമുക്ക് ഈ 2ഉം 7ഉം ഭാവാധിപൻ ആണ് ഈ 6-ൽ വരിക എന്ന് പറയുമ്പോൾ സ്പീച്ചിൽ ശ്രദ്ധിക്കണം, ധനപരമായ കാര്യങ്ങളിൽ ശ്രദ്ധിക്കണം, ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ ശ്രദ്ധിക്കണം, പാർട്ട്ണർഷിപ്പിലും അതുപോലെ ഈ നമ്മുടെ ലൈഫ് പാർട്ട്ണർഷിപ്പിലായാലും ബിസിനസ് പാർട്ട്ണർഷിപ്പിലായാലും ഒരു ശ്രദ്ധ കൊടുക്കേണ്ടുന്ന സമയമാണ്. ഇപ്പോൾ തൊഴിലിടത്തൊക്കെ ആണെങ്കിൽ നമ്മൾ കമ്മ്യൂണിക്കേഷനിലൊക്കെ ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ്. കൂടെ വർക്ക് ചെയ്യുന്നവരുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാതെ നോക്കണം. അതുപോലെ പൊതുവെ നമുക്ക് ശത്രുതാ മനോഭാവം നമുക്ക് ഈ 6-ലൊക്കെ ചന്ദ്രനും 6-ലൊക്കെ സൂര്യനും ശനിയും അതുപോലെ ചൊവ്വയൊക്കെ ഉള്ള സമയമായതുകൊണ്ട് ഈ പൊതുവെ നമുക്ക് ഈ ശത്രുക്കളെയൊക്കെ അമർച്ച ചെയ്യുന്നതിനുള്ള ഒരു വീര്യമൊക്കെ കൂടാവുന്ന സമയമാണ്. അതുപോലെ നമുക്ക് നമ്മൾ റിയാക്ട് ചെയ്യുന്നതിൽ പ്രകോപനപരമായിട്ടൊക്കെ റിയാക്ട് ചെയ്യാനൊക്കെ സാധ്യതയുണ്ട്, അവിടെയൊക്കെ ശ്രദ്ധിക്കണം. ഇപ്പോൾ വ്യക്തിബന്ധങ്ങളിലും അതുപോലെ നമ്മുടെ വ്യക്തി ജീവിതത്തിലുമൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ടുന്ന സമയമായിട്ട് നമ്മൾ മനസ്സിലാക്കുക. ചിലപ്പോൾ 7-ാം ഭാവാധിപൻ 6-ലേക്കൊക്കെ വരുമ്പം വിവാഹ ആലോചനകളിൽ എന്തെങ്കിലുമൊക്കെ തടസ്സം വന്നു എന്ന് വരാം, അല്ലെങ്കിൽ വിവാഹ നിശ്ചയത്തിന് എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ താമസം നേരിട്ടു എന്ന് വരാം. അതുപോലെ ദാമ്പത്യ ബന്ധത്തിലൊക്കെ ചില പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടാകാം. അപ്പം മാരിറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ചിലപ്പോൾ ചിലർക്ക് വരാം. അതുമായിട്ട് ബന്ധപ്പെട്ട് ചിലപ്പോൾ കേസിലേക്കൊക്കെ പോകാനൊക്കെ ചിലപ്പോൾ സാധ്യതയുണ്ട് ചിലരെ സംബന്ധിച്ചിടത്തോളം. അതുപോലെ തന്നെ ഇപ്പോൾ ചിലരെ സംബന്ധിച്ചിടത്തോളം ഈ ബന്ധുക്കളിൽ നിന്നൊക്കെ ചിലപ്പോൾ വിവാഹാലോചനകളും ചിലപ്പോൾ ഈ സമയത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ജീവിത പങ്കാളിക്ക് ചില എന്തെങ്കിലുമൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾക്കും സാധ്യത കാണുന്നുണ്ട്. 7-ാം ഭാവാധിപൻ 6-ലാണ്, പ്രത്യേകിച്ച് 7-ാം ഭാവത്തിൻ്റെ 12ആണ് ഈ 6 എന്ന് പറയുന്നത്. അപ്പോൾ അവിടെയൊക്കെ ശ്രദ്ധിക്കുക. അതുപോലെ പ്രോപ്പർട്ടി റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ കേസുകൾ ഒക്കെ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം അതുവഴിയൊക്കെ ചിലപ്പോൾ നമുക്ക് ആ കേസുകളിൽ നിന്നൊക്കെ ഒരു നേട്ടം അല്ലെങ്കിൽ വിജയം ഒക്കെ പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. ചിലർക്ക് ന്യായമായ മാർഗങ്ങൾ വഴി അല്ലാതെ ധനം കൈവശം വന്നു ചേരുന്നതിനുമൊക്കെ സാധ്യത കാണുന്നുണ്ട്. സുഹൃത്തുക്കൾ, ബന്ധുക്കൾ ഇവർ മുഖാന്തരമൊക്കെ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടാകാം. അപ്പോൾ നമുക്ക് നമ്മുടെ സാഹചര്യങ്ങൾക്ക് അനുസൃതമായിട്ട് മനോഭാവത്തിലൊരു മാറ്റം വരുത്തി പോകേണ്ടുന്ന സമയമാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ 6-ലാണ് അഗ്നിമാരുത യോഗം വരുന്നത്. അപ്പോൾ ശത്രുക്കളുടെ ഏത് ഭീഷണിയും അതേ രീതിയിൽ കൈകാര്യം ചെയ്യാനുള്ളൊരു കഴിവ് ഈ സമയത്തുണ്ടാകും. പ്രത്യേകിച്ച് 6-ലൊക്കെ ചൊവ്വ നിൽക്കുമ്പോൾ, ശനി അല്പം ഔട്ട്യത്തിലാണ്, 6-ലൊക്കെ ചൊവ്വ നിൽക്കുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ശത്രുക്കളെ നേരിടാനുള്ള ഒരു കഴിവ് അല്ലെങ്കിൽ കാര്യപ്രാപ്തിയൊക്കെ കൂടുന്ന സമയമാണ്.
അപ്പോൾ പോരാട്ടത്തിൻ്റെ ഒരു മാനസികാവസ്ഥയൊക്കെ ചിലപ്പോൾ ഈ സമയത്ത് ഉണ്ടാകാം. അതുകൊണ്ട് പൊതുവെ നമുക്ക് ശത്രുശല്യം കുറയും എന്ന് പറയാം. അതുപോലെ തന്നെ ഈ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് സഡൻ അതിൽ നിന്ന് ഒരു റിലീഫ്, മോചനമൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. അതേസമയം ചില കേസിൽ ഇപ്പം നമുക്ക് ഇപ്പോൾ ചൊവ്വയൊക്കെ 6ൽ നിൽക്കുക എന്ന് പറയുമ്പോൾ ഈ രക്തസംബന്ധമായിട്ട് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ്, BP റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലങ്ങൾ ഒക്കെ ഉള്ളവർക്ക് അതിൽ നിന്നൊരു ഒരു സഡൻ ആയിട്ടുള്ള ഒരു ചേഞ്ച് ഉണ്ടാകും. ഇമ്മ്യൂണിറ്റി ലെവലൊക്കെ കൂടും. പൊതുവേ ധൈര്യം, വീര്യമൊക്കെ കൂടുന്ന സമയമാണ് 6ൽ ആ ചൊവ്വ വരിക വഴി ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ വായ്പകൾക്കൊക്കെ അപേക്ഷിച്ചിട്ടുള്ളവർക്ക് അതിനുള്ള തടസ്സങ്ങളൊക്കെ മാറി വായ്പ കിട്ടുന്നതിന് സാധ്യതയുണ്ട്. പൊതുവെ 6ലൊക്കെ സൂര്യനും ശനിയും ചൊവ്വയൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടൊരു പോരാട്ട വീര്യം, പ്രത്യേകിച്ച് വ്യക്തിതലത്തിൽ ഈ കോമ്പറ്റിറ്റീവ് എക്സാമിനേഷനിലൊക്കെ പങ്കെടുക്കുന്നവർ, ടെസ്റ്റ് ഇൻ്റർവ്യൂകളിലൊക്കെ പങ്കെടുക്കുന്നവർക്ക് അതിനുള്ള ഊർജ്ജസ്വലത അല്ലെങ്കിൽ അതിലൊക്കെ ഒരു കാര്യക്ഷമതയൊക്കെ കൂടുന്ന സമയം എന്ന് പറയാം. പൊതുവെ ഈ ചൊവ്വ ജന്മരാശിയിൽ ദൃഷ്ടി ചെയ്യുന്ന സമയമാണ്. അപ്പോൾ ജന്മരാശിയിൽ ആ ചൊവ്വ ദൃഷ്ടിക എന്ന് പറയുന്നത് 6ൻ്റെ അഷ്ടമദൃഷ്ടിയാണ്. അപ്പോൾ ജന്മരാശി എന്ന് പറയുന്നത്, അപ്പോൾ ആ ജന്മരാശിയിൽ ചൊവ്വ ദൃഷ്ടി ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും വ്യക്തിതലത്തിൽ ഒരു പരിവർത്തനത്തിൻ്റെ സമയം എന്ന് പറയാം. അതിനൊരു സാധ്യത കാണുന്നുണ്ട്. നമുക്ക് ചില മാറ്റങ്ങൾ, നമ്മുടെ വ്യക്തിതലത്തിൽ ചില മാറ്റങ്ങൾ വരുത്തേണ്ടതിനെ പറ്റിയുള്ളൊരു ചിന്തയുണ്ടാകും. അതേസമയം ചൊവ്വ ജന്മരാശിയിൽ ദൃഷ്ടി ചെയ്യുമ്പോൾ അല്പം പിടിവാശി കൂടും, പ്രകോപനപരമായിട്ടൊക്കെ ചിലപ്പോൾ റിയാക്ട് ചെയ്യാനുള്ള അവസ്ഥയൊക്കെ ഉണ്ടാകും. ഇപ്പോൾ വാക്കുകൾക്കൊക്കെ തീക്ഷ്ണത കൂടും. അവിടെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ചൊവ്വ 9ൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. 9ലേക്ക് ചൊവ്വ ദൃഷ്ടി ചെയ്യുക എന്ന് പറയുമ്പോൾ അത് പ്രത്യേകിച്ച് 6 നിൽക്കുന്ന ചൊവ്വ അതിൻ്റെ 9ലേക്ക്, അതായത് അതിൻ്റെ 4ാം ഭാവമാണ് 9 എന്ന് പറയുന്നത്, അവിടെ ദൃഷ്ടി ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഈ പ്രാരാബ്ധ കർമ്മങ്ങൾ ഒക്കെ കറക്റ്റായിട്ട് ഈ നിർവഹിച്ചു പോകുന്നവർക്കൊക്കെ ചൊവ്വയുടെ അത് ആ ഒരു എനർജി നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയൊക്കെ ഉപയോഗിക്കാൻ കഴിയും എന്നുള്ളത് മനസ്സിലാക്കുക. എന്ന് പറയുമ്പോൾ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി, ധർമ്മപ്രവർത്തനങ്ങൾക്ക് വേണ്ടി നമ്മുടെ ഊർജ്ജമൊക്കെ വിനിയോഗിക്കാൻ കഴിയുന്ന സമയമാണ്. അതുകൊണ്ട് നമുക്ക് ചില ഭാഗ്യാനുഭവങ്ങളൊക്കെ ഉണ്ടാകാൻ സാധിക്കും. നമ്മുടെ നല്ല പ്രവർത്തികൾക്കുള്ള ചില ഭാഗ്യാനുഭവങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. വർക്കിലൊക്കെ ശോഭിക്കാൻ കഴിയും. അതുപോലെ തന്നെ നമുക്ക് ഉന്നതമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കോഴ്സുകളൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ, ഇപ്പോൾ ഹയർ സ്റ്റഡീസിലൊക്കെ കോഴ്സുകൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ അതിനനുകൂല സമയമാണ്. ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകും. ഇപ്പോൾ നമ്മൾ ഉന്നതമായിട്ടുള്ള ചില കോഴ്സിനുള്ള പരീക്ഷകളിലൊക്കെ പങ്കെടുക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അത്തരം പരീക്ഷകളിലൊക്കെ അവർക്ക് ഉയർന്ന വിജയത്തിനൊക്കെ സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ കുജൻ്റെ എനർജി എന്ന് പറയുന്നത് പ്രത്യേകിച്ച് നമ്മൾ പ്രോപ്പറായിട്ടുള്ള കാര്യങ്ങൾക്ക്, നല്ല കാര്യങ്ങൾക്കായിട്ട് വിനിയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ 9ലെ ആ ചൊവ്വയുടെ ദൃഷ്ടി വളരെ ഗുണം ചെയ്യും. അതേസമയം നമ്മൾ മോശമായിട്ടുള്ള ഇല്ലീഗലായിട്ടുള്ള ആക്ടിവിറ്റിക്കാണ് നമ്മുടെ എനർജി ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് അത് ചില പ്രയാസങ്ങളും ബാധ്യതകളും ഒക്കെ സൃഷ്ടിക്കും എന്നും കൂടെ മനസ്സിലാക്കുക. ചൊവ്വ 12ലും ദൃഷ്ടി ചെയ്യുന്നുണ്ട്. ഇപ്പോൾ 12ൽ ദൃഷ്ടി ചെയ്യുക എന്ന് പറയുമ്പോൾ പൊതുവേ നമ്മൾ ധനം കൈകാര്യം ചെയ്യുന്നതിൽ ഒരു ശ്രദ്ധ കൊടുക്കണം. അനാവശ്യ ചിലവ്, അപ്രതീക്ഷിതമായിട്ടുള്ള ചിലവൊക്കെ ചിലപ്പോൾ വന്നുവിടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ധനം കടം കൊടുക്കുന്നവരൊക്കെ കൂടുതൽ ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ്. ചതി അല്ലെങ്കിൽ വഞ്ചന വഴിയൊക്കെ ധനം നഷ്ടപ്പെടാനൊക്കെ സാധ്യതയുണ്ട്. അവിടെ ഒന്ന് ശ്രദ്ധിക്കുക. അതുപോലെ ഈ ചൊവ്വയും ശനിയും സൂര്യനും ഒക്കെ 12ലൊക്കെ ദൃഷ്ടി വരുമ്പോൾ സ്വാഭാവികമായിട്ടും അമിതമായിട്ടുള്ള ചിന്തകൾ, അതുപോലെ തന്നെ അത് മുഖാന്തരമുള്ള ടെൻഷൻ, ഉറക്കക്കുറവ്, അതുപോലെ ചൂട് രോഗങ്ങൾ, ഇവയ്ക്കൊക്കെ സാധ്യതയുള്ള സമയമാണ്. അപ്പോൾ അവയിലൊക്കെ ഒരു കെയർ കൊടുത്ത് പോവുക. ഇനി നമുക്ക് വൃശ്ചികക്കൂറുകാർക്കും വൃശ്ചിക ലഗ്നക്കാർക്കും ചൊവ്വ മീനൻ രാശിയിലേക്ക് രാശി മാറുന്നതും അതുപോലെ അഗ്നിമാരുത യോഗം മീനൻ രാശിയിൽ വരുന്നതും എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും നോക്കാം. വൃശ്ചികക്കൂറുകാരെന്ന് പറയുമ്പോൾ വിശാഖ നക്ഷത്രത്തിൻ്റെ അവസാന പാദം, അതുപോലെ അനിഴം തൃക്കേട്ട നക്ഷത്രക്കാരാണ്. വൃശ്ചികക്കൂറുകാർക്കും വൃശ്ചിക ലഗ്നക്കാർക്കും അതായത് ജന്മലഗ്ന രാശ്യാധിപനാണ് ചൊവ്വ. അതുപോലെ 6ാം ഭാവാധിപനുമാണ് ചൊവ്വ. ആ ചൊവ്വ ഏപ്രിൽ 2-ന് അവരുടെ 5ാം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത്. മെയ് 10 വരെ ആ ചൊവ്വ 5ാം ഭാവരാശിയിൽ ഉണ്ടാകും. 5ൽ ഇപ്പോൾ സൂര്യനുണ്ട്. 5ലിപ്പോൾ ശനി സഞ്ചരിക്കുന്ന സമയമാണ്. ആ ശനി, സൂര്യൻ ഏപ്രിൽ 14-ന് അവിടെ നിന്ന് മാറുന്നുണ്ട്. അപ്പോൾ ഉച്ചരാശിയിലേക്ക് മാറുന്നുണ്ട്. പ്രത്യേകിച്ച് കർമ്മഭാവാധിപനാണ് ഉച്ചരാശിയിലേക്ക് മാറുന്നത്. അതുപോലെ 5ൽ ആ ശനിയും ചൊവ്വയുമായിട്ടുള്ള അഗ്നിമാരുത യോഗം 5ൽ വരുന്ന സമയമാണ്. ഇപ്പോൾ ജന്മരാശ്യാധിപൻ
ചൊവ്വ 5-ൽ വരിക എന്ന് പറയുമ്പോൾ അത് പ്രത്യേകിച്ച് ഇഷ്ടസ്ഥാനത്താണ് ആ ചൊവ്വ വരുന്നത്. ഇപ്പോൾ നമ്മൾ ക്രിയേറ്റീവ് തലത്തിൽ അതുപോലെ നമുക്ക് നമ്മുടെ പ്രണയതലത്തിൽ അതുപോലെ പുതിയ എന്തെങ്കിലും സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക്, അതുപോലെ ഈ നമ്മൾ ഉപാസനാദി കാര്യങ്ങളിൽ മന്ത്രസാധനങ്ങൾ സിദ്ധിയുടെയൊക്കെ സ്ഥാനമാണ് ഈ 5 എന്ന് പറയുന്നത്. അപ്പോൾ അവിടേക്കാണ് ഈ ജന്മലഗ്ന രാശ്യാധിപനായിട്ടുള്ള ചൊവ്വ രാശി മാറുന്നത്. അപ്പോൾ നമ്മൾ ആത്മീയ കാര്യങ്ങളിലും അതുപോലെ തന്നെ പ്രാർത്ഥനകളിലുമൊക്കെ മുഴുകുന്നവർക്ക് പൊതുവെ വളരെ അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട്. അതുവഴി നമുക്ക് മാനസികമായിട്ടുള്ള ടെൻഷൻ അതൊക്കെ കുറയ്ക്കുന്നതിനും നല്ല ചിന്തകൾക്കുമൊക്കെ വഴിതെളിക്കുമെന്ന് മനസ്സിലാക്കുക. പുതിയ ആശയങ്ങൾ കണ്ടെത്തുന്നതിനൊക്കെ നമുക്ക് വഴിതെളിക്കും. അതുപോലെ തന്നെ പുതിയ അറിവ് നേടുന്നതിനുമൊക്കെ തന്നെ ഈ ജന്മലഗ്ന രാശ്യാധിപനായിട്ടുള്ള ചൊവ്വ 5-ൽ വരുന്നത് വഴിതെളിക്കും. അതേസമയം നമ്മൾ എന്തെങ്കിലുമൊക്കെ തീരുമാനം എടുക്കുമ്പോൾ കഴിവതും ഇമ്പൾസീവായിട്ടുള്ള ഡിസിഷൻ മേക്കിംഗ് ഈ സമയത്ത് ചിലപ്പം എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. അതുപോലെ ചൊവ്വ ശനിയൊക്കെ 5-ൽ വരിക എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകൾ, എൻജിനീയറിംഗ് കോഴ്സ് ഒക്കെ ചെയ്യുന്നവർക്ക്, പരീക്ഷകളിലൊക്കെ അപ്പിയർ ചെയ്യുന്നവർക്കൊക്കെ അത് വലിയ നേട്ടം ഉണ്ടാക്കുമെന്ന് പറയാം. അതുപോലെ തന്നെ ഈ കമിതാക്കളെ സംബന്ധിച്ചിടത്തോളം പ്രണയബന്ധത്തിൽ അല്പം കെയർ വേണം. 5-ൽ ചൊവ്വ വരുന്നത് പ്രണയ ചിന്തകളൊക്കെ ഉണ്ടാക്കും എങ്കിൽ തന്നെയും അവിടെ ശനിയും അതുപോലെ സൂര്യനും ഒക്കെ 5-ൽ നിൽക്കുന്ന സമയമാണ്. പ്രത്യേകിച്ച് 6-ാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വയാണ് 5-ൽ വരുന്നത്. ജന്മരാശ്യാധിപൻ 5-ൽ വരുമ്പം പ്രണയജന്മം ഉണ്ടാക്കും. 6-ാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വയാണ് 5-ൽ വരുന്നു എന്നുള്ളത് കൊണ്ട് അവിടെയാണ് ശനിയും അതുപോലെ ചൊവ്വയുമായിട്ട് യോഗം വരുന്നു എന്നുള്ളത് കൊണ്ട് കമിതാക്കൾക്കിടയിൽ തെറ്റിദ്ധാരണകൾ, അഭിപ്രായ വ്യത്യാസങ്ങൾ, തർക്കങ്ങൾ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അവിടെയൊക്കെ നമ്മൾ ഒരു കെയർ കൊടുത്ത് പോകണം. 5-ാം ഭാവാധിപനായിട്ടുള്ള ഗുരുവാണെങ്കിൽ ഇപ്പോൾ അഷ്ടമത്തിൽ സഞ്ചരിക്കുന്ന സമയവും കൂടിയാണ് എന്നും കൂടെ മനസ്സിലാക്കുക. അതുപോലെ നമുക്ക് അത് 5-ാം ഭാവാധിപനൊക്കെ അഷ്ടമത്തിൽ സഞ്ചരിക്കും എന്ന് പറയുമ്പോൾ അതുപോലെ 5-ലൊക്കെ 3 തമോ ഗ്രഹങ്ങളുടെയൊക്കെ സാന്നിധ്യം വരിക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഈ സന്താനങ്ങളുമായിട്ടൊക്കെ അവരുടെ ആരോഗ്യത്തിൽ, അതുപോലെ സന്താനങ്ങളുമായിട്ട് എന്തെങ്കിലുമൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ, തർക്കങ്ങളൊക്കെ ഈ സമയത്ത് ഉണ്ടാകാം. അപ്പോൾ അവിടെയൊക്കെ ഒരു കെയർ കൊടുക്കണം. അതുപോലെ സന്താന ലബ്ധിക്കായിട്ടൊക്കെ കാത്തിരിക്കുന്നവരും അല്പം ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ് എന്നും കൂടെ മനസ്സിലാക്കുക. അതുപോലെ ഈ കടബാധ്യത കുറയ്ക്കുന്നതിനുള്ള ഒരു ശ്രമം ഒക്കെ കുറയ്ക്കുന്നതിനൊക്കെ ചിലപ്പോൾ ഈ സമയത്ത് കഴിയും എന്ന് മനസ്സിലാക്കുക. പ്രത്യേകിച്ച് 6-ാം ഭാവാധിപൻ ഭാവത്തിൻ്റെ 12-ലാണ് വരുന്നത്. അതുപോലെ നമുക്ക് ഏതെങ്കിലും കേസുകളൊക്കെ ഉള്ളവർക്ക് ആ കേസുകളിൽ നിന്നൊക്കെ നമുക്ക് സഡനായിട്ടുള്ള ഒരു വിജയമൊക്കെ പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. അതുപോലെ 5-ാം ഭാവാധിപനായിട്ടുള്ള ഈ പ്രത്യേകിച്ച് ഈ 5-ാം ഭാവാധിപനായിട്ടുള്ള വേഴം അഷ്ടമത്തിൽ സഞ്ചരിക്കുകയും 6-ാം ഭാവാധിപൻ ഭാവത്തിൻ്റെ 12-ൽ വരികയൊക്കെ ചെയ്യുമ്പോൾ ഇപ്പോൾ ഈ രോഗങ്ങളുള്ളവർ, ശത്രുക്കളുള്ളവർ അതൊക്കെ ഇപ്പോൾ ശത്രുതയൊക്കെ കുറയാൻ സാധ്യതയുണ്ട്. രോഗങ്ങളുള്ളവർക്ക് ആ രോഗത്തിൽ നിന്ന് റിലീഫ് കിട്ടാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ചിലപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട പണമൊക്കെ നമുക്ക് തിരികെ കിട്ടുന്നതിനും ഒക്കെ ഈ 6-ാം ഭാവാധിപൻ ഭാവത്തിൻ്റെ 12-ൽ വരുന്നത് വഴിതെളിക്കുമെന്ന് പറയാം. ചൊവ്വ അഷ്ടമത്തിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട്, 8-ൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അതുപോലെ ചൊവ്വ 6-ാം ഭാവാധിപനും കൂടിയാണ്. ഇപ്പോൾ കുജൻ്റെ അഷ്ടമത്തിലെ ദൃഷ്ടി എന്നൊക്കെ പറയുമ്പോൾ പൊതുവെ നമുക്ക് ഈ അനാവശ്യ ചെലവ് കുറയ്ക്കുന്നതിനൊക്കെ ഒരു ശ്രമം ഉണ്ടാകും. അതുപോലെ തന്നെ നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്ന് റിലീഫ് ഉണ്ടാകും. അതേസമയം നമ്മൾ ദൂരയാത്രകളിൽ അതുപോലെ ഡ്രൈവിങ്ങിലൊക്കെ ഒരു കെയർ കൊടുക്കണം. പ്രത്യേകിച്ച് അഷ്ടമത്തിൽ വേഴം നിൽക്കുന്ന സമയമാണ്. അതുപോലെ അഷ്ടമത്തിൽ ചൊവ്വയുടെ ദൃഷ്ടിയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഡ്രൈവിങ്ങിലൊക്കെ ഒന്ന് കെയർ കൊടുത്ത് പോകുന്നത് നല്ലതാണ്. അതുപോലെ നമുക്ക് ഈ ചില അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള മോണിറ്ററി ഗെയിൻ ചിലപ്പോൾ നമുക്ക് ഈ അഷ്ടമത്തിൽ ചൊവ്വയുടെ ദൃഷ്ടി കൊണ്ട് ഉണ്ടായെന്ന് വരും. വരുമാനത്തിലൊക്കെ നമ്മൾ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു മാറ്റം. ഇപ്പോൾ ചിലർക്ക് ചിലപ്പോൾ അവരുടെ ഇൻഹെറിറ്റൻസ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ബെനിഫിറ്റ്, ലോട്ടറി ഭാഗ്യം, അതുപോലെ ചിലപ്പോൾ ജോയിൻ്റ് അസറ്റുകൾ പുനർവിന്യാസം നടത്തുക വഴി എന്തെങ്കിലുമൊക്കെ ബെനിഫിറ്റ്, സഡനായിട്ടുള്ള ഒരു സാമ്പത്തിക വർധനവിന് സാധ്യത കാണിക്കുന്നുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് 6-ാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വയാണ്. അതുപോലെ തന്നെ നമുക്ക് ഈ ഗവേഷകർക്ക് ഒക്കെ തന്നെ
ശാസ്ത്രജ്ഞന്മാർക്ക് അവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അവയൊക്കെ പൊടുന്നനെ മാറാനൊക്കെ ആ ചൊവ്വയുടെ ദൃഷ്ടി സഹായകമാകും. ചൊവ്വ 11 ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അത് നമുക്ക് തൊഴിലിലൊക്കെ പുതിയ എന്തെങ്കിലും ആശയങ്ങൾ, പുതിയ അറിവുകളൊക്കെ അപ്ലൈ ചെയ്യാനും അതുവഴി തൊഴിലിൽ നമുക്ക് ചില നേട്ടങ്ങൾ, വരുമാന വർധനവിനൊക്കെ അത് വഴിതെളിക്കും എന്ന് മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് പൊതുവേ നമ്മൾ സോഷ്യൽ സ്റ്റാറ്റസൊക്കെ നമുക്ക് ഉയരുന്നതിന് സാധ്യതയുണ്ട്. ഇപ്പോൾ ബന്ധുക്കളായാലും അതുപോലെ സാമൂഹ്യ ബന്ധങ്ങൾ വഴിയും അതുപോലെ സുഹൃത്തുക്കൾ അവർ വഴിയൊക്കെ ചില നേട്ടങ്ങൾ ഉണ്ടാകാം. എങ്കിലും അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. 12 ചൊവ്വയുടെ ദൃഷ്ടി വരുന്നുണ്ട്. ഇപ്പോൾ ചിലപ്പോൾ ചിലരെ സംബന്ധിച്ചിടത്തോളം ഈ പഠനവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട്, കാരണം 5 നിന്നാണ് 12 ആ ചൊവ്വ ദൃഷ്ടി ചെയ്യുന്നത്, പഠനവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ചിലപ്പോൾ, അല്ലെങ്കിൽ തൊഴിലുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ചിലപ്പോൾ വിദേശ യാത്രകൾ ചിലപ്പോൾ ഈ സമയത്തുണ്ടാകുന്നു വരാം. ഇപ്പോൾ വിദേശത്തൊക്കെ തൊഴിൽ ചെയ്യുന്നവർക്ക് ചിലപ്പോൾ തൊഴിലിൽ മാറ്റങ്ങൾ ഉണ്ടായെന്ന് വരാം. അപ്പോൾ അതുപോലെ പഠന വായ്പകൾക്ക് കിട്ടുന്നതിന് എന്തെങ്കിലും തടസ്സം വന്നിട്ടുണ്ടെങ്കിൽ ആ തടസ്സങ്ങളൊക്കെ മാറി പഠന വായ്പ കിട്ടുന്നതിനും സാധ്യതയുണ്ട്. അതേസമയം നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചിലവ്, ഇപ്പോൾ പഠന സംബന്ധമായിട്ടുള്ള ചിലവ്, അങ്ങനെയൊക്കെയുള്ള ചിലവ്, ഈ യാത്രാ സംബന്ധമായിട്ടുള്ള ചിലവൊക്കെ ചിലപ്പോൾ കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ പൊതുവെ നമുക്ക് ചില കാര്യങ്ങളിൽ വളരെ ഗുണാനുഭവം, അപ്രതീക്ഷിതമായിട്ടുള്ള സാമ്പത്തിക നേട്ടങ്ങളൊക്കെ ഈ ചൊവ്വ മീനൻ രാശിയിലേക്ക് രാശി മാറുക വഴി ഈ വൃശ്ചികക്കുറുകാർക്കും വൃശ്ചിക ലഗ്നക്കാർക്കും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോ കാണാം. നമസ്കാരം.